നെക്സ്റ്റ് 29th ജനുവരിയിലെ ഷിഫ്റ്റ് 2 ലെസ് തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ആണ് നമ്മൾ കടക്കാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഏത് സെക്ഷനിലാണ്, ഏത് ചാപ്റ്ററിലാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അല്ലേ. അപ്പോ എന്താ ഇത് 3D ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സെക്കൻഡ് ഇയറിലെ +2 ക്ലാസ്സുകളിലെ 3 ഡയമെൻഷൻ ജോമെട്രീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്? ലെറ്റ് P of 3, 2, 3, Q of 4, 6, 2, R of 7, 3, 2 be the vertices of a triangle PQR. Then the angle QPR. ഞാൻ ജസ്റ്റ് അതൊന്ന് വരക്കാം. ട്രയാങ്കിൾ PQR. PQR അല്ലേ. പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3, 2, 3. ക്യൂവിൻ്റെത് 4, 6, 4, 6, 2 ആൻഡ് ആറിൻ്റെ കോർഡിനേറ്റ് 7, 3, 2 അല്ലേ. എന്താ കാണാൻ പറഞ്ഞേ? ദെൻ ആംഗിൾ QPR എന്ന് പറയുമ്പം ഈ ആംഗിളാണ് കാണുന്നത്. 3 വേർട്ടിസ് നമുക്കറിയാം. ആംഗിൾ കാണണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം അതായത് PQ എന്ന ലൈൻ്റെയും PR എന്ന ലൈൻ്റെയും ഡയറക്ഷൻ റേഷ്യോ കിട്ടിയാൽ മതിയല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ PQ എന്ന ലൈൻ സെഗ്മെന്റ് ഡയറക്ഷൻ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എന്താ മക്കളെ ഡയറക്ഷൻ റേഷ്യോ കിട്ടുക? നോക്കണേ, ഡയറക്ഷൻ റേഷ്യോ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 4 - 3, അടുത്തത് 6 - 2, അടുത്തത് 3, അടുത്ത എന്താ കിട്ടുന്നത്? 2 - 3 ഇതല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ എന്താ വരിക മക്കളെ? 4 - 3 എന്ന് പറയുമ്പം ഡയറക്ഷൻ റേഷ്യോ 1 ആയി. 6 - 2 എന്ന് പറയുമ്പോൾ 4 ആയി. 2 - 3 എന്ന് പറയുമ്പം എന്ത് കിട്ടും? -1 കിട്ടും. അതേപോലെ PR-ന്റെ ഡയറക്ഷൻ റേഷ്യോ നമ്മൾ കാണുന്നത് 7 - 3 ആണ്. 7 - 3 എന്ന് പറയുമ്പം 4 കിട്ടി. 3 - 2 ആണ്, അതെന്ത് കിട്ടി? 1 കിട്ടി. 2 - 3 എന്ത് കിട്ടി? -1 കിട്ടി അല്ലേ. അപ്പോൾ PQയുടെയും PR-ന്റെയും ഡയറക്ഷൻ റേഷ്യോ അറിയെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാലോ. എങ്ങനെയാ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക? cos θ ഈസ് ഈക്വൽ ടു എന്തേലും ഇക്വേഷൻ പഠിച്ചു വെച്ചത്? മോഡുലസ് ഓഫ് അല്ലേ. ഒരു ഡയറക്ഷൻ റേഷ്യോ A1, ഒന്നാമത്തെ കേസിലെ ഡയറക്ഷൻ റേഷ്യോ A1, B1, C1ഉം അടുത്തത് A2, B2, C2 ആണെങ്കിൽ ആംഗിൾ കാണാൻ നമ്മൾ എന്താ പഠിച്ച? മോഡുലസ് ഓഫ് A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ. ഇതല്ലേ പഠിച്ചു വെച്ചത്? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്താ നോക്കണേ, 1 × 4 അല്ലെ. A1 × A2 അപ്പൊ 1 × 4 4. അടുത്ത എന്താ കിട്ടുന്നത്? 4 × 1. അടുത്തത് എന്ത് കിട്ടി? 4 കിട്ടി. ആൻഡ് ലാസ്റ്റ് -1 × -1 എന്ത് കിട്ടി? +1 കിട്ടി. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ അപ്പൊ 1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 +1 അല്ലേ. ഇൻറ്റു അതേപോലെ അടുത്ത് വരുമ്പോൾ 16 + 1 എന്ന് കിട്ടും. ന്യൂമറേറ്റർ 9 ആണ്. ഡിനോമിനേറ്ററിൽ √18 × √18 √18 × √18 എന്ന് പറയുമ്പോൾ 18 കിട്ടും. 9/18 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 എന്ന് കിട്ടും. cos θ ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എന്താണ്? ആംഗിൾ ആണ് വേണ്ടത്. സോ θ ഈക്വൽ ടു എന്താണെന്ന് പറയാ? cos ഇൻവേഴ്സ് 1/2. cos ഇൻവേഴ്സ് 1/2 അല്ലേ. അപ്പൊ cos ഇൻവേഴ്സ് 1/2 ആയതുകൊണ്ട് സോ ആംഗിൾ ഈസ് ഈക്വൽ ടു ആരാണ്? π/3 ആണ്. സോ എന്താണ്? 4th 1 ആണ്. π/3 ആണ് കറക്റ്റ് ആൻസർ. നോക്കണേ, തന്നിരിക്കുന്നത് ട്രയാങ്കിളിന്റെ വേർട്ടിസ് ആണ് അല്ലേ. കാണാൻ പറഞ്ഞത് ഏതെങ്കിലും ആംഗിൾ ആയിരിക്കും കാണാൻ പറഞ്ഞ. ഐദർ P ആകാം, അതല്ലെങ്കിൽ Q ആകാം, അല്ലെങ്കിൽ R ആകാം. അപ്പൊ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ റേഷ്യോനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ.